എട്ട് നോമ്പാചരണത്തിന്റെ ചരിത്രത്തിലേക്ക് ഒരു എത്തിനോട്ടം. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജനന തിരുനാളിനോടനുബന്ധിച്ച് വിശ്വാസികൾ അനുഷ്ഠിക്കുന്ന നോമ്പാണ് എട്ട് നോമ്പ്. സെപ്റ്റംബർ 1 മുതൽ 8 വരെയുള്ള തീയതികളിലാണ് വിശ്വാസികൾ എട്ട് നോമ്പ് അനുഷ്ഠിക്കുന്നത്. പരിശുദ്ധ അമ്മയോടുള്ള ബഹുമാനവും ഭക്തിയും വണക്കവും വർദ്ധിപ്പിക്കാൻ സുറിയാനി ക്രൈസ്തവർ വളരെ കാലമായി എട്ട് നോമ്പ് ആചരിച്ചു വരുന്നു. എന്നാൽ എട്ട് നോമ്പിന്റെ ആരംഭത്തിന് പിന്നിൽ ഒരു ചരിത്രമുണ്ട്. ടിപ്പുവിന്റെ പടയോട്ടക്കാലത്ത് അമുസ്ലിമുകളായവർ ആക്രമിക്കപ്പെടുകയും അവരുടെ ആരാധനാലയങ്ങൾ കൊള്ളയടിക്കപ്പെടുകയും ചെയ്തിരുന്നു. മലബാർ ടിപ്പു കീഴടക്കിയപ്പോൾ ഉണ്ടായ മതമർദ്ദന സഹിക്കാനാവാതെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമായ ഒട്ടേറെ പേർ തിരുവിതാംകൂറിൽ അഭയം തേടി. 1789 തിരുവിതാംകൂർ കീഴടക്കുക എന്ന ലക്ഷ്യത്തോടെ ടിപ്പു പടപ്പുറപ്പാട് നടത്തി. വിവരമറിഞ്ഞ തിരുവിതാംകൂറിലെ സുറിയാനി ക്രിസ്ത്യാനികൾ ദേവാലയങ്ങളിൽ ഒരുമിച്ച് കൂടുകയും ടിപ്പുവിന്റെ ആക്രമണത്തിൽ നിന്നും തങ്ങളെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. കൊടുങ്ങല്ലൂർ കോട്ടയും ആയിക്കോട്ടയും ആലങ്ങാടും പറവൂരും കീഴടക്കി മൈസൂർ സൈന്യം ആലുവ പുഴ വരെ എത്തി. ഈ വിവരമറിഞ്ഞ സുറിയാനി ക്രിസ്ത്യാനികളായ സ്ത്രീകൾ തങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിനായി പരിശുദ്ധ മാതാവിന്റെ പ്രത്യേക മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് കഠിനമായി ഉപവാസം അനുഷ്ഠിക്കാൻ തുടങ്ങി. ഈ സമയത്ത് കാലവർഷം ശക്തമാവുകയും പെരിയാർ കരകവിഞ്ഞൊഴുകുകയും ചെയ്തു അത്രേ. ഇത് ടിപ്പുവിന്റെ സൈനിക നീക്കത്തെ തൽക്കാലം തടയുകയും തുടർന്ന് ടിപ്പു ബ്രിട്ടീഷുകാരുമായുള്ള യുദ്ധത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു. തിരുവിതാംകൂറിലെ ക്രിസ്ത്യാനികൾക്ക് പരിശുദ്ധ മറിയത്തിന്റെ മധ്യസ്ഥതയാൽ ലഭിച്ച പ്രത്യേക അനുഗ്രഹത്തിന്റെ സ്മരണയ്ക്കായി അന്നു മുതൽ എട്ട് നോമ്പ് അനുഷ്ഠിക്കുന്നത് അവർ പതിവാക്കി. സഭാവ്യത്യാസം കൂടാതെ ഇന്നും സുറിയാനി ക്രിസ്ത്യാനികൾക്കിടയിൽ എട്ട് നോമ്പ് അതീവ ഭക്തിയോടെ അനുഷ്ഠിച്ചു പോരുന്നു. ഈ കോവിഡ് കാലഘട്ടത്തിൽ മഹാമാരിയിൽ നിന്ന് സംരക്ഷണം ലഭിക്കാൻ തീക്ഷ്ണതയോടെ ഭക്തി പുരസരം പ്രത്യേകമായി എട്ട് നോമ്പ് ആചരിക്കാൻ